പഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവൻ കവർന്നെടുത്ത പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയുടെ സൈന്യം നൽകിയത്. അളന്നുകുറിച്ചുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ പ്രതിരോധ ആക്രമണത്തിന്റെ ഇതുവരെയുള്ള എല്ലാ വിവരങ്ങളും വിശദമായി നമുക്ക് അറിയാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന വളരെ സിംബോളിക്കായ ഒരു പേരാണ് ഈ തിരിച്ചടിക്ക് ഇന്ത്യൻ സൈന്യം നൽകിയത്. 25 നിരപരാധികളായ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ച പാകിസ്ഥാൻ തീവ്രവാദികൾക്കുള്ള ശക്തമായ ഒരു സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ പേര്. ഈ ശക്തമായ സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയവർ ഇവരാണ്: ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഓഫ് ഇന്ത്യൻ ആർമി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, ഇന്ത്യയുടെ ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫ് ദിനേശ് ത്രിപാഠി, ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ അമൻപ്രീത് സിംഗ്. തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുമായ 9 ടാർഗറ്റുകൾ കൃത്യമായി കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ സൈന്യം ഈ തിരിച്ചടി നടത്തിയത്. ആ ടാർഗറ്റുകൾ ഇവയൊക്കെയാണ്: പാകിസ്ഥാനിലെ സ്ഥലങ്ങളായ ബഹവൽപൂർ, മുരിഡ്കെ, സർജൽ, മെഹ്മൂന; പാക് അധീന കാശ്മീരിലെ സ്ഥലങ്ങളായ ബർണാല, കോട്ട്ലി, മുസാഫർബാദ്. കാശ്മീരിലെ സ്ഥലങ്ങളായ കോട്ട്ലിയിലും മുസാഫർബാദിലും 2 ടാർഗറ്റുകളാണ് ലക്ഷ്യം വച്ചത്. അതായത് കൃത്യമായി തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും തീവ്രവാദികളുടെ താവളങ്ങളും മാർക്ക് ചെയ്ത് കൃത്യതയോടെയാണ് ഈ സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചടി നടത്തിയത്. യുദ്ധ നിയമങ്ങൾ ഒന്നും തെറ്റിക്കാതെ സാധാരണ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിലുള്ള അതീവ കൃത്യമായ ആക്രമണം. വെറും 7 മിനിറ്റിലാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളുടെ നടുവൊടിച്ചത്. ഇന്ത്യൻ സൈന്യം ഈ തിരിച്ചടി നടത്തുന്നത് ഇന്ത്യയുടെ വ്യോമ അതിർത്തിക്കുള്ളിൽ നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ കാര്യം. അതായത് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കടക്കാതെ ഇന്ത്യയുടെ എയർ സ്പേസിൽ നിന്നാണ് ഈ തീവ്രവാദ കേന്ദ്രങ്ങളെ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത്. പാതിരാത്രി 1:11 ഇന്ത്യൻ സൈന്യം കൃത്യമായി തിരിച്ചടി നടത്തിയത്. ഈ തിരിച്ചടിക്ക് മുൻപും ശേഷവുമുള്ള ചില ടാർഗറ്റുകളിലെ ചിത്രങ്ങൾ ദൈനിക് ജാഗരൺ പുറത്തുവിട്ടതാണ് ഇത്. അതിന്റെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ആക്രമണത്തിന് മുൻപുള്ള ചിത്രവും താഴെ കാണിച്ചിരിക്കുന്നത് ആക്രമണത്തിന് ശേഷമുള്ള ചിത്രവുമാണ്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലോ ആ ഏരിയയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തെ കൃത്യമായി തുടച്ചു നീക്കിയെന്ന്. തീവ്രവാദികളുടെ മേൽ ഇന്ത്യൻ സൈന്യം ബോംബുകൾ വർഷിച്ചപ്പോൾ ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയുടെ തലവനായ മസൂദ് അക്സറിന് പാകിസ്ഥാനിൽ എവിടെയും ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അയാളുടെ കുടുംബത്തിലെ 10 പേരെയാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത്. തന്റെ ബന്ധുക്കളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 10 നിരപരാധികളെ ഇന്ത്യൻ സൈന്യം വധിച്ചു എന്ന് അയാൾ അലമുറയിട്ട് കരഞ്ഞു. ഇവർ നിരപരാധികളാണെങ്കിൽ എന്തുകൊണ്ടാണ് കൊടും ഭീകരനായ ഇയാളുടെ കൂടെ തങ്ങിയത്? നിരപരാധികളാണെങ്കിൽ ഈ കൊടും ഭീകരൻ എന്തുകൊണ്ടാണ് അവരെ കൂടെ പാർപ്പിച്ചത്? ഇതിലും ഭേദം താൻ കൂടെ മരിക്കുകയായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അതിന് കാരണം അയാളുടെ തീവ്രവാദ ഗ്രൂപ്പിലെ എല്ലാവരെയും ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. ഇയാളുടെ സഹോദരന് വളരെ ഗുരുതരമായ നിലയിൽ പരിക്കേറ്റിട്ടുണ്ട്. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ തീവ്രവാദികളെ ഈ ചിത്രത്തിൽ കാണുന്ന മുരിഡ്കയിലെ മർക്കാസ് തയ്യബ തീവ്രവാദ പരിശീലന ക്യാമ്പിൽ നിന്നും പരിശീലനം നേടിയവരാണ് എന്നുള്ളതാണ് വിവരം. ഇന്ത്യൻ സൈന്യം തീവ്രവാദ പരിശീലന കേന്ദ്രത്തെ തകർത്ത് തരിപ്പണമാക്കി. 2000 മുതൽ ഈ തീവ്രവാദ പരിശീലന സെന്റർ മസൂദ് അസ്ഹർ ആണ് നടത്തിക്കൊണ്ടു പോകുന്നത്. പാക് അധീന കാശ്മീരിൽ മാത്രമല്ല ഇപ്രാവശ്യം സൈന്യം ആക്രമണം നടത്തിയത്. ലാഹോറിൽ വരെ നീണ്ടു നിന്നതാണ് ഇന്ത്യൻ സൈന്യം നടത്തിയ ഈ തിരിച്ചടി. തീവ്രവാദികൾ വിചാരിച്ചിരുന്നത് പാക് അധീന കാശ്മീരിൽ നിന്നും ഒഴിഞ്ഞുപോയാൽ രക്ഷപ്പെട്ടു എന്നായിരുന്നു. POKയിൽ നിന്നും ഒഴിഞ്ഞുപോയാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അവർ വ്യാമോഹിച്ചു. എന്നാൽ അവർക്ക് തെറ്റി. ഇപ്രാവശ്യം ഇന്ത്യ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു, പാക് അധീന കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിൽ എവിടെയും തീവ്രവാദികൾ ഒളിഞ്ഞിരുന്നാൽ ഇന്ത്യൻ സൈന്യം അവരെ വെറുതെ വെച്ചേക്കുകയില്ല എന്ന്. ഇന്ത്യൻ സൈന്യം നൽകിയ ബ്രീഫിംഗ് അനുസരിച്ച് 6-ാം തീയതി വെളുപ്പിന് 1:04 മുതൽ 1:11 വരെയുള്ള വെറും 7 മിനിറ്റ് കൊണ്ടാണ് ഈ തീവ്രവാദ കേന്ദ്രങ്ങളെ ഇന്ത്യൻ സൈന്യം ചാരമാക്കി കളഞ്ഞത്. അതായത് 9 വ്യത്യസ്ത ടാർഗറ്റുകളിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് 7 മിനിറ്റ് കൊണ്ട് ഒരു പിടി ചാരമാക്കി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ തീവ്രവാദികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായ വിവരങ്ങളുടെയും ഇന്റലിജൻസിന്റെയും അടിസ്ഥാനത്തിലാണ്
ഈ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. അതും നിരപരാധികളായ സിവിലിയൻസിനും സിവിലിയൻ സ്ട്രക്ചേഴ്സിനും യാതൊരു കേടുപാടും വരുത്താതെ അതീവ കൃത്യതയോടെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയും ശേഷിയും എത്രത്തോളമാണെന്ന് വ്യക്തമാണല്ലോ. ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയ ഈ 9 ടാർഗറ്റുകളും അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളും ഇവയൊക്കെയാണ്. ബഹൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിന്റെ വസതിയായ മർക്കാസ് സുഫാൻ അള്ള, ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ഇവിടെയാണ് 2019 പുൽവാമ ആക്രമണം പ്ലാൻ ചെയ്തത്. മുരിഡ്കയിലെ മർക്കസ് തൈബ തീവ്രവാദ പരിശീലന കേന്ദ്രം, ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ ഇവിടെയാണ് 2008 മുംബൈ തീവ്രവാദ ആക്രമണത്തിലെ തീവ്രവാദികൾക്ക് പരിശീലനം ലഭിച്ചത്. സിയാൽകോട്ടിലെ സർജാൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ 4 പോലീസുകാരെ കൊലപ്പെടുത്തിയ തീവ്രവാദ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇവിടെ നിന്നാണ് പരിശീലനം നേടിയത്. സിയാൽകോട്ടിലെ തന്നെ മഹമൂന ജോയ തീവ്രവാദ പരിശീലന കേന്ദ്രം, ഹിസ്ബുൾ മുജാഹിദിന്റെ പരിശീലന കേന്ദ്രമായ ഇവിടെ നിന്നാണ് പത്താൻകോട്ട് എയർബേസ് ആക്രമണം നടത്തിയത്. ഭീംബേറിലെ ബർണാല, ഇതും ആയുധങ്ങൾക്കും വെടിക്കോപ്പുകൾക്കും കാട്ടിൽ സർവൈവ് ചെയ്യുന്നതിനുള്ള പരിശീലനം നൽകുന്നതുമായ തീവ്രവാദ ക്യാമ്പായിരുന്നു. കോട്ലിയിലെ അബ്ബാസ്, ഇവിടെയാണ് ലഷ്കർ ഇ തോയ്ബ സൂയിസൈഡ് ബോംബേഴ്സിന് പരിശീലനം നൽകിയത്. കോട്ലിയിലെ തന്നെ ഗുൽപൂർ, ഇത് രജൌറി പൂഞ്ച് ഏരിയയിൽ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബ തീവ്രവാദികളുടെ താവളമായിരുന്നു. ഇവരാണ് 2023 ഏപ്രിൽ 20 പൂഞ്ചിൽ നടത്തിയ തീവ്രവാദ ആക്രമണത്തിന്റെയും ജൂൺ 9 തീർത്ഥാടകരുടെ മേൽ നടത്തിയ ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത്. മുസാഫർബാദിലെ സഫായി നാല ട്രെയിനിങ് ക്യാമ്പ്, ഇത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പ്രധാന ട്രെയിനിങ് കേന്ദ്രം ആയിരുന്നു. മുസാഫർബാദിലെ തന്നെ സെയ്യദ്ന ബിലാൽ തീവ്രവാദ കേന്ദ്രം, ഇത് ജെയ്ഷെ മുഹമ്മദ് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരുന്ന ക്യാമ്പും അവയ്ക്കുള്ള പരിശീലനം നൽകുന്ന ക്യാമ്പും ആയിരുന്നു. അങ്ങനെ കൃത്യമായി തീവ്രവാദികളുടെ പരിശീലന ക്യാമ്പുകളെയും ആയുധ നിർമ്മാണ ക്യാമ്പുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം 7 മിനിറ്റിൽ ഈ തിരിച്ചടി നടത്തിയത്. പാകിസ്ഥാൻ എപ്പോഴും അവകാശപ്പെടുന്നത് ഈ ആക്രമണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർ അല്ല എന്നും തീവ്രവാദ ആക്രമണങ്ങൾക്ക് അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുമാണ്. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ ഇവരുടെ ഈ വൃത്തികെട്ട കള്ളക്കളി കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലഷ്കർ ഇ തോയ്ബ തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഇവ. ഇവിടെ ഈ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ലഷ്കർ ഇ തോയ്ബ തീവ്രവാദ ഗ്രൂപ്പിന്റെ കമാൻഡർ ഷാഹിദ് അബ്ദുൾ റൌഫ് ആണ്. അതിന്റെ പിന്നിൽ നിൽക്കുന്നവർ ധരിച്ചിരിക്കുന്ന യൂണിഫോം കണ്ടോ? പാകിസ്ഥാനിലെ ഉന്നത മിലിറ്ററി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഈ തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ. ഒരു തീവ്രവാദി നേതാവ് നയിക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ കയ്യും കെട്ടി തലയും കുനിച്ച് നിൽക്കുന്നത്. ഇതിൽ POK കാശ്മീരിലെ പഞ്ചാബ് പ്രൊവിൻസിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും പങ്കെടുക്കുന്നത് ഈ വീഡിയോയിൽ വ്യക്തമാണ്. അതായത് അവർ തന്നെ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുകയാണ് പാകിസ്ഥാൻ ആർമി എന്ന് പറയുന്നത് തീവ്രവാദികളുടെ ഒരു സംഘടനയാണ്, പാകിസ്ഥാൻ പോലീസ് എന്ന് പറയുന്നതും തീവ്രവാദികളുടെ സംഘടനയാണ് എന്ന്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ രാജ്യമാണ് എന്ന്. ഇതുപോലെ ഓപ്പണായി തീവ്രവാദികളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് ദുഃഖം രേഖപ്പെടുത്തുന്നത് ലോകം മുഴുവൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്നുള്ളത് അവർക്ക് യാതൊരു പ്രശ്നവുമായി തോന്നിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? യാതൊരു നെറിയും മുറയുമില്ലാത്ത വെറും തെമ്മാടിക്കൂട്ടവും പരാജയപ്പെട്ട ഒരു രാജ്യവുമാണ് പാകിസ്ഥാൻ എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ. ഏതായാലും ഇന്ത്യൻ സൈന്യം ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരത്തിന്റെ വില ഇവർക്ക് വളരെ വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. 21 തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 9 എണ്ണം മാത്രമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അതിനാൽ ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന്റെ സൂത്രധാരനായ മസൂദ് അസ്ഹറിനെയും അവിടെ നിരപരാധികളായ 26 പേരെ വെടിവെച്ചു കൊന്ന തീവ്രവാദികളെയും പരിപൂർണമായി ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ അവർക്കും രാജ്യത്തിനും പൂർണ്ണമായ നീതി ലഭിക്കുകയുള്ളൂ. അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. താങ്ക് യു.